ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. അയ്യേ ചമ്മിപ്പോയേ. ഒന്നുമില്ല ഒരു കാര്യം മാത്രം. നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വന്നാല് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല്? ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ? നീ എന്തൊക്കെ ഉണ്ടായി പറയണ പന്നി? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. നിയമപരമായിട്ട് കായികപരമായിട്ട് ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ? ഒരുമാതിരി ചന്ത കൾച്ചറായിട്ട് വന്നാണ്ടല്ലോ നാട്ടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചത്, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ എന്തിനാ എന്നെ വെറുതെ എന്തിനങ്ങനെയൊക്കെ പറയണേ? അരവും തമ്മിൽ ഒരയ്ക്കണ്ട. അതെ എനിക്കറിയാം. എനിക്ക് വന്നാൽ ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് ആണോ? പ്രതികരിക്കണം പെൺകുട്ടികളെ, അങ്ങനെ തന്നെ വേണം. ചേട്ടാ, ഇപ്പം വിനീതേട്ടനായിരുന്നു കൂട്ടുകാരന് വേണ്ടിട്ട് വന്നത്. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ട ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം? എന്തൊക്കെയാ വിളിച്ചു പറയണേ? ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും അല്ലടി കൂട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ, വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറിക്കാൻ എത്തി പിള്ളേർക്ക് കൊടുക്കും. ഇപ്പഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യണം? നിന്റെ ചാലയാ മുടിക്കും. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല, എനിക്ക് വെട്ടിട്ട് പോണം. ഞാൻ പറയുന്നത് ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഐ ക്യാൻ ഡു ദാറ്റ്, ഡു ക്യാൻ ഐ ദാറ്റ്. നിന്റെ പണി പാളുമേ. എന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ, എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ നിനക്കാണുള്ള എല്ലാത്തരെയും കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണ്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് പല ചേട്ടന്റെ ബുദ്ധി ഇനി വളരെ സമ്മതിക്കില്ല. അത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ചേട്ടൻ കുറെ നേരം കണ്ട ആണുങ്ങൾ ഇരിക്കുമ്പോ ഇജെന്താ നാക്കിട്ട് ചലക്കണം? ഇജൊരു പെണ്ണല്ലേ? നിനക്ക് എന്താ അടി പറ്റിയത്? സകല നേരത്തെ ഒറ്റ രാത്രിയോട് ലൂസായോ? ചേട്ടാ, ഇത് പൂട്ടേണ്ടി വരും. വിളിച്ചോണ്ട് പോണേ ഭ്രാന്തിയ. നീ അടുക്കിടന്നു തിരുവാതിര കളിക്കണം. മണി അടിച്ച് പൊട്ടിച്ചടാ പെണ്ണ് കാണിക്കണത്. ഇറങ്ങിപ്പോ, ഈ ശരീരത്തിൽ നിന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായി നേരിടണോ? എന്നെ ഇല്ലാത്ത എന്നെ പിടിച്ചിട്ട് ഇല്ലാത്തേക്ക് വിളിച്ചു. ഇല്ലാത്തൊരു കാര്യം എങ്ങനെ വരിക? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ, പറഞ്ഞേക്കാം. ഓഹോ, ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റുമോ? അപ്പൊ എന്നെക്കാളും ചീപ്പാണല്ലോ നീ. നീ ചീപ്പാണെങ്കിൽ നിന്നെക്കാളും 10 ഇരട്ടി ചീപ്പാവും ഞാൻ. എന്നെ കാണാം. കാണാം. ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ വന്നാലും നമ്മൾ എങ്ങനെ അത് നേരിടും? അത് വരുമ്പോ ആലോചിച്ചാ മിണ്ടാണ്ടിരുന്നോട്ടോ, കുത്തിക്കളഞ്ഞ ഞാൻ. ചേട്ടാ, പിന്നെ നിയമപരമായിട്ട് പോയി. അഹമ്മതി കാണിച്ചിട്ട് ചിരിക്കാ. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഒരാളെ തല്ലാനോ പിടിക്കാനോ കാര്യമുണ്ടോ? നമുക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റൂ. ഞാനിപ്പോ കായികപരമായി പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസ് എടുക്കൂല്ലേ? പിന്നെ നോക്കാം. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ധ്യാൻ ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് അറിയാമോ? എനിക്കറിയണ്ട. അതിന്റെ ഇഷ്ടം മോക്ക് വല്ലാതെ വിഷമായി കാണൂല്ലേ? അങ്ങനെ പറയാം. ഞങ്ങളുടെ എല്ലാവരുടെ ക്രഷ് ആണ്. അപ്പൊ ചേട്ടയാ ബോധം വീണില്ല, അപ്പോഴേക്കും ചേട്ടാന്ന് വിളിച്ചു. എന്താ ചേട്ടാ ഇത്? ചേട്ടനാ? ആര്? നിന്റെ കാര്യം ചേട്ടാ എന്റെ ക്രഷ് ആണോ? ഇതാണോ ഒരു മഞ്ഞില്ലാത്ത ചോദ്യങ്ങൾ? ഈ മുഖം കാണുമ്പോ എനിക്കാകെ തരിച്ചു വരിക. എനിക്കിത്തിരി സൗന്ദര്യം കൂടി പോയത് എന്റെ കുഴപ്പാ. ഞെളിയല്ലേ,
എളിയല്ലേ പോ വെറുതെ പറയല്ലേ എന്നോട് ലവ് എനിക്കറിയാം ഒരേ മുഖം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടെത്താ ഞാൻ ചെയ്യുക ശക്തമായിട്ടുള്ള കാര്യം. അബദ്ധം പറ്റിയല്ലേ? പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കുന്നു.